അതെ അതെ അതെ, അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഒരു അപ്കമിങ് ഫിലിമിൽ അന്ന് എൻ്റെ കാസ്റ്റിംഗ് നടക്കുന്നേ ഉള്ളായിരുന്നു. അങ്ങനെയാണ് ഇത്. അത് നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തുക, ഞാനല്ലല്ലോ പറയേണ്ടത്. ഈസ് എ ബിഗിനർ, ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ ഫിലിമിൽ അതിൻ്റെതായ ഹിക്കപ്സ് അതെല്ലാ ആക്ടേഴ്സിനും ഉള്ള പോലെ കാണും. ബട്ട് ഇത് ഇവഞ്ച്വലി നമ്മൾ എന്താ പറയുക, അർജുന ഡിസൈഡ് ചെയ്യേണ്ടത് എത്രത്തോളം ഹാർഡ് വർക്ക് ഇട്ട് അതിനെ ഇത് ചെയ്യുക എന്നുള്ളത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് ആ ക്യാരക്ടറിന് വേണ്ട രീതിയിലുള്ള പെർഫോമൻസ് അതിന് വേണ്ടിയിട്ടുള്ള അർജുൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഫ്യൂച്ചർ അർജുൻ്റെ കയ്യിലാണ്. എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ലാൽ സാർ അവിടെ പറഞ്ഞിരുന്നെങ്കിലും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഉടനെ വിളിക്കുന്നു അല്ലെങ്കിൽ എപ്പോൾ വിളിക്കുന്നു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നില്ല. സോ പെട്ടെന്ന് വിളിച്ചപ്പോഴത്തേനും ക്യാരക്ടർ എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ആസ്പിറന്റ് ആക്ടറിന് എന്തുകൊണ്ടും സ്വപ്നം കാണാത്തൊരു എൻട്രിയാണ് ജിത്തു സാറിൻ്റെ മൂവി. ആസിഫ് ആക്കിയുമാണെങ്കിലും ആ ഒരു എല്ലാവരുടെയും കൂടി ഒരു എൻട്രി കിട്ടുമെന്ന് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ അതിൽ വേറെ ഒന്നും ആലോചിച്ചില്ല. ഫസ്റ്റ് സെറ്റിൽ ചെന്നപ്പോൾ തന്നെ എനിക്ക് അപർണ ആയിട്ടായിരുന്നു ആദ്യത്തെ സീൻ തന്നെ. അപ്പം ലൈക്ക് ഞാൻ കണ്ട് ടി വിയിൽ കാണുന്ന മൂവിയിൽ കാണുന്ന ആൾക്കാരൊപ്പം ഫസ്റ്റ് എൻട്രി ചെയ്യുമ്പോൾ ജിത്തു സാറാണെങ്കിലും പേടിച്ചാണ് ഓഫ്കോഴ്സ് സെറ്റിലേക്ക് ചെല്ലുന്നത് തന്നെ. നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ സാറാണെങ്കിൽ ജിത്തു സാർ എല്ലാവരും കംഫർട്ടാക്കി. ആ ഒരു കംഫർട്ട് ലെവല് ഐ മീൻ പടം ത്രില്ലറാണെങ്കിലും അതിനകത്ത് ഫുൾ ജോലിയും അങ്ങനെ ഫൺ മോഡ് തന്നെയായിരുന്നു. സോ ആ ഒരു കംഫർട്ടബിൾ നമുക്ക് ഞാൻ തെറ്റിച്ചാലും സാറ് തെറി പറഞ്ഞ ആഗ്രഹം ഉണ്ടെങ്കിലും ആ ഒരു ഇതിൽ നിൽക്കില്ല. ലൈക്ക് ആ ഒരു ഫണ്ണായിട്ട് തന്നെ എടുത്ത് മോൾഡ് ചെയ്തിട്ടാണ് ചെയ്തത്. പിന്നെ അതിൽ ഇറങ്ങുമ്പോൾ അറിയും എങ്ങനെ ഇരിക്കും. ദാറ്റ്സ് ഓൾ. അല്ല, ഈ ക്യാരക്ടർ ഞങ്ങൾ ഇതിപ്പോൾ അതിൻ്റെ തുടക്കം എനിക്ക് തോന്നുന്നു ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അല്ല, കുറേ മീഡിയയിലൊക്കെ പറഞ്ഞതാണ്. ഇത് ഹിന്ദിയിൽ ചെയ്യാനിരുന്ന പ്രൊജക്റ്റാണ്. ഒരു 5 വർഷം മുമ്പ് അവിടുന്നാണ് ഇതിൻ്റെ കഥാകൃത്ത്, ഒരു അപർണ എന്ന് പറഞ്ഞൊരു ലേഡിയുടെ കഥത്ത്, ഒരു ശ്രീനിവാസ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ സ്ക്രിപ്റ്റ് എഴുതി സീൻ ഓർഡർ ഉണ്ടാക്കി വന്നു. പിന്നെ ഞങ്ങളിരുന്ന് വർക്ക് ചെയ്തു ഹിന്ദിയിൽ. അപ്പോൾ ഇതിനകത്ത് ഫീമെയിൽ ക്യാരക്ടറാണ് ഈ കഥ കൊണ്ടുപോകുന്നത്. അതിൻ്റെ കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ രീതിയിലുള്ള ക്യാരക്ടറൈസേഷനിലും ഒന്നാണ് ഈ പറഞ്ഞ ഹീറോ ക്യാരക്ടർ. പക്ഷേ ഹിന്ദിയിലൊരു പ്രോബ്ലം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറോയ്ക്ക് പ്രോമിനൻസ് വേണം ഭയങ്കരമായ രീതിയിൽ. അപ്പോൾ അതിനുള്ള ചേഞ്ചസ് ആവശ്യപ്പെടുന്നു, ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾക്കത് ഡൈജസ്റ്റ് ആയില്ല. കുറേ ട്രൈ ചെയ്തിട്ട് അവസാനം 4-5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് വിട്ട് കളഞ്ഞേക്കാൻ നോക്കും. പക്ഷേ എൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ 5 വർഷം എൻ്റെ കൂടെ ആ മനുഷ്യൻ നടന്നതാണ്. ഈ സബ്ജക്റ്റിൽ നമുക്കുള്ളൊരു വിശ്വാസം. അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊന്ന് മലയാളത്തിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു ശരിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം വിളിച്ചത് ആസിഫിനെയാണ്. കാരണം അത് ആസിഫിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് കോമൺ വർക്ക് ചെയ്തപ്പോഴും പിന്നെ അദ്ദേഹം ചെയ്ത പല സിനിമകളും ഒക്കെ നോക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം റോഷാക്ക് എന്ന പടത്തിനകത്ത് എന്താണ് ആ കണ്ണുകൾ മാത്രമേ ഉള്ളൂ, പക്ഷെ അത് ചെയ്തില്ലേ, അത് ഭയങ്കര പേരും കിട്ടി. അപ്പം അത് എനിക്ക് ഇത്രയും സ്ക്രീൻ സ്പേസ് ഉള്ളൂ എന്ന് ഓർത്ത് ചെയ്യാതിരിക്കുന്നതല്ല. അതിനകത്ത് അത് ആസിഫിൻ്റെ ഇൻ്റലിജൻസ് ആണ് ഞാൻ നോക്കും. അപ്പം എനിക്ക് ഇത് ഞാൻ ആസിഫിൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്തു, ഇതാണ് സംഭവം. അപ്പോൾ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു എനിക്കിത് സ്ക്രീൻ പ്ലേ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ചേട്ടാന്ന് പറഞ്ഞു. ഞാൻ സ്ക്രീൻ പ്ലേ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ചേട്ടാ ഞാൻ ചെയ്യാം, ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അപർണയിലേക്കും ബാക്കി കാസ്റ്റിങ്ങിലേക്കും പോയത്. ഞാനിപ്പോൾ തുറന്നു പറയാണ്, ഇപ്പം അത് ആസിഫ് സത്യം ആസിഫ് അത് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ പ്രൊജക്റ്റ് ഉണ്ടാവില്ല. അതാണ് സത്യം. മൂന്നാമത്തെ ചിത്രമാണ്. അപ്പൊ നമ്മുടെ എതിരെ നിൽക്കുന്ന ഒരാള് നമ്മൾ കൺഫ്യൂസ് ഒരാളായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എതിരെ നിൽക്കുന്ന ആൾ എന്ത് ചിന്തിക്കുന്ന ഓട്ടോമാറ്റിക്കലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സെൻസ് ഉണ്ടാവുമല്ലോ. ഞാൻ എന്താ ചിന്തിക്കുന്നത്, അയാൾ എന്താ എനിക്ക് പറയാൻ പറ്റുന്നത്, ഞങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നൊരു സെൻസ് ഉണ്ടാവും. മിറാഷിലേക്ക് വരുമ്പോൾ ജിത്തു സാർ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ഈ ക്യാരക്ടർ എന്ത് ട്രാൻസ്ഫോർമേഷൻ വേണം, അല്ലെങ്കിൽ പറയാതെ തന്നെ ഈ ക്യാരക്ടറിന് എന്തൊക്കെ ചെയ്യണം എന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ജിത്തു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൂമനാണ് ഞാൻ ആദ്യമായിട്ട് സാറിൻ്റെ കൂടെ ചെയ്യുന്നത്. അന്ന് എനിക്ക് മനസ്സിലായതാണ് ഓരോ ഷോട്ടിനും എന്ത് ചെയ്യണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് സാറ് തന്നെ നറേറ്റ് ചെയ്ത് തരും. അത് എത്ര ഡേറ്റ്സ് പോയിട്ടാണെങ്കിലും സാർ ആഗ്രഹിക്കുന്നതിലേക്ക് എത്തുന്നത് വരെ മെനക്കിടാൻ എല്ലാവരും റെഡിയാണ്. അപ്പം മിറാഷിൽ വിളിക്കുമ്പോഴും അത് തന്നെയായിരുന്നു എനിക്ക് എൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രിപ്പറേഷനേക്കാൾ കൂടുതൽ. ഇപ്പം എൻ്റെ ക്യാരക്ടർ ഒരു ഓൺലൈൻ
ജേർണലിസ്റ്റ് ആണ്, കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആണ്, എവിടെയും എന്ത് റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇങ്ങനെ ഒരു ബേസിക് ഐഡിയ ക്യാരക്ടറിനെ പറ്റിയുണ്ട്. പിന്നെ ഇതൊരു ത്രില്ലർ ആയതുകൊണ്ടും ഇതിന്റെ സ്ക്രീൻ പ്ലേ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയുടെ പില്ലർ എന്ന് പറയുന്നത് അതിന്റെ സ്ക്രീൻ പ്ലേ ആണ്. അപ്പം ആ സ്ക്രീൻ പ്ലേ ഭയങ്കര സോളിഡ് ആണ്. ഞങ്ങളെല്ലാവരും ആ സ്ക്രീൻ പ്ലേ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് പെർഫോം ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു വെല്ലുവിളി. അത് സാറ് കൃത്യമായിട്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. ഓ അയാളുടെ ഒരു വില്ലൻ എന്ന് പറയുമ്പോൾ അയാളുടെ സ്വഭാവം തന്നെ, രാവിലെ പോലീസും രാത്രി കള്ളനുമാവുന്ന ഒരു മനുഷ്യൻ, അയാളുടെ സ്വഭാവമാണ് അയാളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ മിറാഷിന് അങ്ങനെ ഒന്നുണ്ടോ, അങ്ങനെ ഡ്രാമ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ടോ ക്യാരക്ടറിന്? ഇത് ഇപ്പൊ ഈ 24-ലും ഞാൻ ഫേസ് ചെയ്തൊരു പ്രശ്നം ഇതാണ്. ത്രില്ലർ സിനിമകളുടെ ഭാഗമാകുമ്പോൾ റിലീസിന് മുന്നേ ഒരു പരിധി വിട്ട് ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇതിനും ആ പ്രശ്നമുണ്ട്. അതെ, ഭയങ്കര കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നമ്മൾക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ഇപ്പം നിങ്ങളെയൊക്കെ പോലെ തന്നെ ഉള്ളൊരു സ്വഭാവമുള്ള, എല്ലായിടത്തും എത്തിപ്പെടാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ, എന്താ പറയുക, ഒരു ക്യാമറ ഉണ്ടാവും കയ്യിൽ, എപ്പോഴും ഒരു ടീം ഉണ്ടാവും. അപ്പൊ അത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അതില്ല അപ്പുറത്തേക്ക് വലിയ കോംപ്ലിക്കേഷൻ ഉള്ള ക്യാരക്ടർ അല്ല. അതെ, ക്യൂരിയസ് ആണ്. ഈ അടുത്ത് ഇപ്പൊ വരുന്ന സിനിമകളുടെ എഡിറ്റ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ശമനൊക്കെ ഒരു ശ്വാസം പോലും വിടാൻ സൗകര്യമില്ലാത്ത പോലെയാണ് എഡിറ്റ് പാറ്റേൺ സെറ്റ് ചെയ്തത്. അപ്പൊ ആ രീതിയിലുള്ള ഡിസ്കഷൻസ് നടക്കാറുണ്ടോ സാറുമായിട്ട്? എന്തായിരിക്കും എഡിറ്റ് പാറ്റേൺ? നമ്മുടെ ഇപ്പൊ ഉള്ള ഫാസ്റ്റ് ആ മൂവ്മെന്റിൽ പോകണോ, അതോ സാറിന്റെ രീതിയിൽ? വിഷ്ണു, ഓരോ സിനിമയ്ക്കും ഓരോ രീതി ഉണ്ട്. അത് ഡിമാൻഡ് ചെയ്യുന്ന ചില സ്ഥലത്ത് ഇമോഷൻസ് നമുക്ക് കൺവേ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ആ സ്പേസ് അർഹിക്കുന്ന ഒരു സമയം കൊടുക്കണം. അത് നമുക്ക് ചിലപ്പോൾ ഒരു ക്രൗഡിന്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ നമുക്കത് ലാഗായിട്ട് ഫീൽ ചെയ്തേക്കാം. പക്ഷെ ആ കഥ കമ്മ്യൂണിക്കേറ്റ് ആവണമെങ്കിൽ, ആ സിറ്റുവേഷൻ കമ്മ്യൂണിക്കേറ്റ് ആവണമെങ്കിൽ ആ ലാഗ് വേണം. ഇപ്പം ലെവൽ ക്രോസ് എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ അത് വളരെ സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷെ അത് ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടിട്ടാണ് ഏറ്റവും കൂടുതൽ, OTT വന്നതിന് ശേഷമാണ് അതിന് ഏറ്റവും കൂടുതൽ റിവ്യൂ വന്നത്. അതിന്റെ കാരണം ആ കാണുന്ന ആള് അത് കംപ്ലീറ്റ് ആയിട്ട് ആസ്വദിച്ച് അത് മനസ്സിലാക്കി കാണുന്നത്. അപ്പൊ അതിൻ്റെ അകത്തൊരു ലാഗ് ഫീൽ ചെയ്യില്ല. ഇപ്പൊ നമ്മള് ഇന്റർനാഷണൽ സിനിമ പറയുമ്പോൾ ഒക്കെ നമ്മൾ പല ടർക്കി സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്, പക്ഷെ അവസാനം കിട്ടുന്ന ഒരു മൊമെന്റിലായിരിക്കും ആ സിനിമയുടെ ഫുൾ ഐഡിയ നമുക്ക് ഡൈജസ്റ്റ് ആവുന്നത്. അപ്പൊ അത് ഓരോ സിനിമയുടെ പാറ്റേൺ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം തലവൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ജിസ് ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം എവിടെയൊക്കെ അത് ടൈറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാര്യം ആ സിനിമ ഷൂട്ട് കഴിഞ്ഞ് 8 മാസം കഴിഞ്ഞിട്ടാണ് അത് റിലീസായത്. ആ 8 മാസവും അതിന്റെ എഡിറ്റിന് വേണ്ടിയിട്ടാണ് സമയമെടുത്തത്. അപ്പം അങ്ങനെ ഓരോ സിനിമയ്ക്കും ഓരോ സ്റ്റൈലായിരിക്കണം. മാത്രം എവിടുന്നാണ് ഇത്രയധികമുള്ള പുതുമയുള്ള ത്രില്ലറുകൾ വന്നെത്തുന്നത്? പിന്നെ അടുത്തത് വരാൻ പോണത് വലതുവശത്തെ കള്ളനാണ്, അത് കഴിഞ്ഞാൽ ദൃശ്യം 3 ആണ്. എവിടുന്നാണ് ഇത്രയുള്ള പുതുമകൾ, ഐഡിയകൾ വരുന്നത്? അല്ല, എന്റെ ത്രില്ലറിന്റെ പുതുമകളുണ്ടെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. ഞാനാണ് ചെയ്ത് മടുത്ത് വേറെ വല്ല ജോണറിലേക്ക് മാറണം എന്ന് ആഗ്രഹിച്ച് നടക്കുക. കാരണം എന്റെ പേടി അത് തന്നെ. നമ്മളിത് കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് തന്നെ ഞാൻ ചില ഷോട്ടൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇതൊക്കെ തന്നെയല്ലേ ഞാൻ മറ്റേതിലൊക്കെ ചെയ്ത് എന്നൊക്കെ തോന്നും. ഏതൊരു ഇതിനെ വെച്ച് ഞാൻ സ്ലോ മോഷൻ വേണോ, ഇതെല്ലാം മറ്റേ സിനിമകളിലൊക്കെ സ്ലോ മോഷൻ. അപ്പം അതായത് നേരത്തെ പറഞ്ഞ ക്ലീഷേ എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ അപ്പോൾ എന്നോട് എൻ്റെ എഡീസ് പറഞ്ഞില്ല സാറേ അത് വെച്ചാലത് സ്ലോ മോഷൻ തന്നെ ചെയ്യാം. അപ്പം ഞാൻ കൺഫ്യൂസ്ഡ് ആവുകയാണ്. അപ്പം ഇപ്പം നമ്മൾ പണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമ, നസീർ സാറിൻ്റെയൊക്കെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ വില്ലനും നായകനൂടെ കത്തി പിടിച്ചിട്ട് കത്തി ഇങ്ങോട്ട് വരുന്നു, കുറച്ച് കഴിയുമ്പോൾ കത്തി അങ്ങോട്ട് തിരിയുന്നത്, ഇതിൻ്റെ കയറിങ്ങനെ തൂങ്ങിക്കൊണ്ടിരിക്കും, ഇങ്ങനെ ഓരോ ലെയറായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഇപ്പോഴും ഹോളിവുഡ് സിനിമകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ആ ക്ലീഷേസ് അപ്പോഴും തിയേറ്ററിൽ ഒരു കഥയായിട്ട് ഇങ്ങനെ പോകുമ്പോൾ അതിനകത്തൊരു ചെറിയ അത് ക്ലീഷേ ആണെങ്കിൽ പോലും നമുക്ക് ടെൻഷൻ തരുന്നുണ്ട്. അത് എവിടെ എങ്ങനെ ഏത് ലെവലിൽ അത് യൂസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് ക്രിയേറ്ററും എടുക്കുന്ന വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ചോദ്യത്തിൽ ഇതാണല്ലോ ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. ഇപ്പം ഞാൻ തന്നെത്താൻ എഴുതുമ്പോൾ ഒത്തിരി സമയം വരുന്നുണ്ട് കഥകൾ തപ്പിയെടുത്ത് അല്ലെങ്കിൽ അത് എഴുതിയെടുക്കാനായിട്ട്. അപ്പം എൻ്റെ അടുത്ത് ഒത്തിരി പുതിയ കഥകൾ വരുമ്പോൾ അതിനകത്ത് നിന്ന് വ്യത്യസ്തമാണെന്ന് തോന്നുന്ന സബ്ജക്റ്റുകൾ ഞാൻ കൂടെ ഇരുന്ന് വർക്ക് ചെയ്തു അല്ലാതെയൊക്കെ ആയിട്ട് ചെയ്യും. ഇപ്പം വലതുവശത്തെ കള്ളൻ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഡിനു നിങ്ങൾക്ക് അറിയാം, കൂദാശ എന്ന് പറഞ്ഞ സിനിമ ചെയ്ത ഒരാളാണ്. ആ സ്ക്രിപ്റ്റ് ഇങ്ങോട്ട് എടുത്തു വെച്ച് നോക്കി എനിക്ക് അത് വലിയ കാര്യമായിട്ട് പണിയേണ്ട വന്നില്ല. കാരണം അത് ഓൾറെഡി അതൊരു ഇമോഷണൽ ത്രില്ലറാണ്.
പക്ഷെ ഇത് ഇങ്ങനെ ഇമോഷൻസ് ഒന്നുമില്ല. ഇത് കുറച്ചുകൂടെ കുറേ സംഭവവാസങ്ങളാണ് ഇതിനകത്ത്. അപ്പം നമ്മളങ്ങനെ ഇതൊക്കെ ഒരു തോന്നലിലൊക്കെ ചെയ്യുക. അതിപ്പം ചിലപ്പോൾ അത് വർക്കൗട്ട് ആവും, അല്ലാതെയും സംഭവിക്കുക. അത് ഒരു ഗട്ട് ഫീലിംഗ് എന്ന് പറയില്ലേ നമുക്ക്. ഇത് വർക്കൗട്ട് ഇത് കൊള്ളാലോ എന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ അത് വേറൊരാൾക്ക് ചിലപ്പോൾ കൊള്ളിയാലെന്നും തോന്നാം. സബ്ജക്റ്റീവാണ്. പിന്നെ നമ്മൾ ഒരു സിനിമ എപ്പോഴാണ് ഹിറ്റാകുന്നത്? മജോറിറ്റി ഇഷ്ടപ്പെടുമ്പോഴല്ലേ. അപ്പോഴും അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ട്. ഇപ്പൊ ദൃശ്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ 1 ചിലർക്ക് ഇഷ്ടം, ചിലരുണ്ട് 2 ആണ് അതിനേക്കാൾ നല്ലത് എന്ന് പറയുന്ന പോലെ ഞാനിങ്ങനെ ഓരോ സബ്ജക്റ്റ് എടുക്കുമ്പോൾ ഡിഫറെൻ്റ് എന്ന് എനിക്ക് തോന്നിയാ ചെയ്യുന്നത്. അപ്പം വളരെ സന്തോഷം തോന്നി കേട്ടോ, ഡിഫറെൻ്റ് ആയിട്ട് അങ്ങനെ നിങ്ങൾക്കത് കിട്ടുന്നുണ്ടെങ്കിൽ. എനിക്കൊരു പേടിയായിരുന്നു ഇത് എന്താ പറയുക, റെപ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരേ പാറ്റേൺ വരുന്ന പോലെ തോന്നുന്നുണ്ടോ എന്നൊരു പേടിയായിരുന്നു സത്യം. അതൊരു ഭയങ്കര സന്തോഷം.